എറണാകുളത്തിൻ്റെ കാര്യത്തേക്ക് വന്നാൽ മേജർ രവിയുമായി സംസാരിക്കലുണ്ടായി. മേജർ രവി ഒരുപക്ഷെ എറണാകുളത്തെ സ്ഥാനാർത്ഥിയാകും. മേജർ രവിന് പ്രതികരിക്കുന്നു. അത്തരത്തിൽ അന്വേഷണങ്ങളുണ്ടായി, സമ്മതമാണെന്ന് അറിയിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാർത്ത വന്നതാണ്. ഇപ്പോൾ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാവുന്നത് പോലെ തന്നെ കെ എസ് രാധാകൃഷ്ണന്റെ പേരും എറണാകുളത്ത് അങ്ങനെ കേട്ടിരുന്നൊരു പേരല്ല. ശ്രീകാന്ത്, ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ മെച്ചപ്പെട്ട പ്രകടനം രാധാകൃഷ്ണൻ കാഴ്ചവെച്ചതാണെങ്കിലും തീർച്ചയായും നേരത്തെ മേജർ രവിയുടെ പേരാണ് BJP സംസ്ഥാന നേതൃത്വവും കേന്ദ്ര ഘടകത്തിന് ശുപാർശ ചെയ്തത്. ഒപ്പം തന്നെ KS രാധാകൃഷ്ണൻ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് BJP നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. തന്റെ ബുദ്ധിമുട്ട് അദ്ദേഹം BJP ദേശീയ ഘടകത്തെയും അറിയിച്ചതായാണ് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തത്. പക്ഷേ ഏറ്റവും ഒടുവിൽ നിലവിലിപ്പോൾ ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് KS രാധാകൃഷ്ണനെ എറണാകുളത്ത് സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളതാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ. കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് എത്തിച്ചേർന്ന മുൻ കോൺഗ്രസ് നേതാവ് കൂടിയാണ് അദ്ദേഹം. ആലപ്പുഴയിൽ അദ്ദേഹം മത്സരിച്ചതിലൂടെ ഈ വോട്ടിംഗ് ശതമാനം വളരെ വലിയ തോതിൽ ആ മണ്ഡലത്തിൽ വർദ്ധിപ്പിക്കാൻ BJPക്ക് സാധിച്ചു. വോട്ടുകളുടെ എണ്ണം കാര്യമായി തന്നെ കൂട്ടാൻ BJPക്ക് അവിടെ സാധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ അദ്ദേഹം തൃപ്പൂണിത്തുറയിലും സ്ഥാനാർത്ഥിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതായിരുന്നു പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ വരികയുണ്ടായത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡോക്ടർ KS രാധാകൃഷ്ണനെ എറണാകുളത്ത് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ മേജർ രവിയുടെ പേര് ഈ മണ്ഡലത്തിൽ പറഞ്ഞു കേട്ടിരുന്നു. മേജർ രവി അക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. തന്നോട് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ദേശീയ നേതാക്കൾ വിളിച്ച് സംസാരിച്ചിരുന്നു എന്നതടക്കം അദ്ദേഹം പറയുകയും ചെയ്തതാണ്. പാർട്ടി ആവശ്യപ്പെട്ടാൽ താൻ മത്സരിക്കാൻ സന്നദ്ധനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തു. പക്ഷേ ഏറ്റവും ഒടുവിൽ സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഡോക്ടർ KS രാധാകൃഷ്ണൻ തന്നെ എറണാകുളത്തേക്ക് എത്തുന്നു. BJP വളരെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷവും വളരെ ലേറ്റായാണ് ഈ കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. പക്ഷേ ഈ തൃപ്പൂണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം മത്സരിച്ച് എറണാകുളത്ത് സ്ഥിരതാമസമാക്കിയ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലം അത്ര അപരിചിതമല്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ BJPയും ഈ പ്രചാരണ രംഗത്ത് സജീവമായി തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. KS രാധാകൃഷ്ണ പേര് എറണാകുളത്ത് അങ്ങനെ പറഞ്ഞു കേട്ടിരുന്ന ഒരു സാധാ പട്ടികയിൽ പറഞ്ഞു കേട്ടിരുന്ന പേരല്ല. അപ്പോൾ KS രാധാകൃഷ്ണൻ കഴിഞ്ഞ ആലപ്പുഴയിൽ 1 ലക്ഷത്തി ചില്ലുവാനം വോട്ടുകൾ പിടിച്ച മെച്ചപ്പെട്ട BJPയെ സംബന്ധിച്ച് ആലപ്പുഴയിൽ മെച്ചപ്പെട്ട പ്രകടനം എന്ന് പറയാവുന്ന പ്രകടനം കാഴ്ചവെച്ച KS രാധാകൃഷ്ണൻ കുറി എറണാകുളത്ത് മത്സരിക്കുന്നു.